കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു കൊച്ചിനെ കാണാനിടയായില്ല. ഞാൻ അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് നേർച്ചുണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ ആറ്റുകാലം വന്ന് അമ്മച്ചിയുടെ നടയിൽ ഒരു പൊങ്കാല ഇട്ടേക്കാമെന്ന്. ദേ പിറ്റേ വർഷം എൻ്റെ കനകൻ എനിക്ക് ജനിച്ച്. അതാണ് ഈ കനകൻ. എന്താ എടി, അത്രയ്ക്ക് വിശ്വാസം എനിക്ക്. പോയാ മതി. ഇല്ലെങ്കിൽ അവിടെ കിട്ടും. നിങ്ങളൊന്ന് ഇറങ്ങി. സമയമായില്ലേ? അവിടെ വിളക്ക് എത്തിക്കാൻ സമയമായി. അതങ്ങനെ ശരിയാവും. കൊച്ചിന് ഒരുപാട് പഠിക്കാനുള്ളതാ. അത് ക്ലാസ് മുടക്കണ്ട. എന്തെങ്കിലുമൊക്കെ എല്ലാം അവിടെ നിങ്ങളെ പോയാ മതിയെന്ന്. വിട്ടോ 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 അമ്മ. നിങ്ങൾ വൈകുന്നേരം ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ചു. തക്കളി മോളെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ അവള് പറഞ്ഞാ പോയില്ലേ. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പറഞ്ഞു വിട്. അവള് കുളിച്ചോണ്ടിരിക്കുക. ഞാൻ ട്യൂഷനൊക്കെ പോരാ. അതേ ബാക്കി സെറ്റപ്പ് ചെയ്യാം. ശരി ശരി. എല്ലാരും പോയാ? എല്ലാരും നേരത്തെ പോയി. ഇതേ ഒരു പോത്ത് റോസ്റ്റാണ്. നീ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് കുരുമുളകിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചോ. ഓക്കെ. ഇത് പൊറോട്ട ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. എന്തിനാണ് ഈ പൊറോട്ട? എടാ, അത് അവനെ തീറ്റിക്കാനോ, നമുക്ക് ഇടിയപ്പം തിന്നൂടെ? ശരി. സാധനം എത്തിയാ? സാധനത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനാണ് എത്തിക്കണത്. എന്നോട് ഒന്നും ചോദിച്ചു. അവൻ എത്തിച്ചോളൂ. നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. വാ. രണ്ട് തിരി മതി. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട്. അല്ല, ബെല്ലടിക്കുന്നുണ്ട്, ആൾ എടുക്കണില്ല. എനിക്ക് തോന്നുന്നത് സ്കൂട്ടറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ഇന്നലെ എടുത്തു വെക്കാൻ പറഞ്ഞല്ലേ നിന്നോട്? ഇന്നലെ ഞാൻ ഈ കൊണ്ടുവരുന്ന മുരളി എന്ന് പറഞ്ഞ ആളെ ഇന്നലെ ഇച്ചിരി ദൂരമായി. നെയ്യാറ്റിക്കര പോയിരിക്കായിരുന്നു പുള്ളി. കാലത്ത് ഞാൻ കൊണ്ട് കൊടുത്തു. സാധനം കിട്ടും. കുരുമുളക് ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വേണമെങ്കിൽ നോക്കാം. കുഴപ്പമില്ല, എരിവ് നല്ലതാണ്. നല്ല പോത്ത് തന്നെയാണോ? നല്ലതാണ്. എനിക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞ കാര്യം എന്തായി? അതിപ്പോ വരും. ആളെ വിളിച്ചു വന്നോണ്ടിരിക്കുക. സ്കൂട്ടറിൽ എന്ത് വിളിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇന്നലെ എടുത്തു വെക്കാൻ പറഞ്ഞാണ് ഇവനോട്. അത് ഞാൻ പറഞ്ഞില്ലേ, ആളിവിടെ ഇല്ലാത്തതുകൊണ്ടാ. ഇല്ല, അത് കുഴപ്പമില്ല. നമ്മളെ വിശ്വസ്തനാണ്. നോക്കി ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമാണ് കിട്ടില്ല. നമുക്ക് കിട്ടാതിരിക്കുവോ? ലേറ്റസ്റ്റ് പറഞ്ഞ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ വിവരം അറിയാം. കള്ളിന്റെ കേസിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് നമുക്കറിയാം. എപ്പോഴേ വിളിക്കണം മുരളി, ഒന്ന് ഫോൺ എടുക്കണ്ടേ? സാറേ, സാധനം കിട്ടിയില്ല സാറേ. കിട്ടിയില്ലേ മുരളി? ഞാൻ ഇന്ന് കാലത്തെ കാശ് എന്നിട്ട് എന്തോ പറഞ്ഞത് അളിയനും അമ്മാവനും ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാലേ സാധനം എടുത്ത്. എന്തോന്ന് മുരളി ഇത്? സാറേ, പൊങ്കാല ആയതുകൊണ്ട് സാധനമൊക്കെ വെളിയിൽ പോയി. എനിക്കാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു സാറേ, സാറിനെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് കിട്ടിയില്ലേ? കഷ്ടമാണ്. ഇത് കിട്ടൂല കേട്ടോ, ഒരു സ്ഥലത്ത് മേടിക്കാൻ കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ മെനകെട്ടവൻ്റെ അടുത്ത് ഈ വക പരിപാടി ഒന്നും നടക്കില്ല. ആ പോത്ത് മേടിച്ചെന്റെ കാശ് കളഞ്ഞു. ആ പോത്ത് മേടിച്ചെന്റെ കാശ് കളഞ്ഞു. ഈ പോത്തിന്റെ ഒക്കെ വർത്താനം കേട്ടിട്ട്. നീ എന്ത് മലമറിക്കെന്നാ പറഞ്ഞത് ഇന്നലെ?
ഞാൻ സാധാരണ ഈ മുരളിയുടെ കൊടുക്കുമ്പോൾ രാഘവേട്ടൻ കൊടുത്തു വിടുന്നതാണ്. എടേ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഏൽക്കരുത് കേട്ടാ, അതാ ചെയ്യേണ്ടത്. എടാ ക്ലീറ്റസ്, നിന്നോടൊരു കാര്യം പറയാം. നിന്നെ പറ്റി ഇയാള് കനകന് എപ്പോഴും പറയണതാണ്. ജീവിതത്തിലൊരു കാര്യം നീ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടടാ. ഓർക്കൊക്കെ ഒരു ദിവസവും കളഞ്ഞ്. ഇപ്പൊ പൈസ പൈസ ഞമ്മ വരുമ്പോ എന്താ പറഞ്ഞോ? അതെ വന്നല്ലോ. എന്തേ എന്തിനാ ആർക്കൊരു ഉഷാറിലെത്ത്? അമ്മാവ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്തേ അവര് പൊങ്കാലയ്ക്ക് പോയില്ലേ? അവരൊക്കെ വെളുപ്പിന് പോയി. പിന്നെ സാധനം എടുക്കാൻ കാശ് കൊടുത്തതാണ്, പക്ഷെ സാധനം കിട്ടിയില്ല. എല്ലാം ഇവനെ പറഞ്ഞ് ഏൽപ്പിച്ചാണമ്മാവാ, മര്യാദക്ക് ചെയ്യണ്ടേ? അല്ല പോലെ ഭക്ഷണം കഴിച്ചിട്ട് പോ. അമ്മാവ ഒരബദ്ധം പറ്റിപ്പോ. അത് കൊള്ളാലോ. എടാ ദീർഘവീക്ഷണം വേണം, ദീർഘവീക്ഷണം. അതെ നിങ്ങൾ ഇത് ഇത്ര പോകുന്നൊരു കുപ്പിയെ കരുതുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തൈലെന്ന് എഴുതി കൊണ്ടുവന്നാ. നന്നായി. എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മാവനെ കിട്ടിയില്ലല്ലോ. അതിന് സുഹൃതം ചെയ്യണം, സുഹൃതം. ഇതാണ് യഥാർത്ഥ അമ്മാവൻ. നീ ഡയലോഗ് അടിക്കുന്നത്.